ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. വിജയ് ദേവാരകൊണ്ട കൊണ്ടോ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. എന്തായാലും ആളൊരു അപരാധം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഫാമിലി സ്റ്റാർ. ഫാമിലി സ്റ്റാർ എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പക്ഷേ കുറച്ച് സ്റ്റാറുകൾ എന്തായാലും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ കിളി പറയുന്നുണ്ട്. സിനിമ കഴിഞ്ഞ് റിലീസും കൂടെ ആയി കഴിഞ്ഞപ്പോൾ ഏതിലേക്കോ പോയിട്ടുണ്ട് കിളികൾ. അപ്പോൾ എന്തായാലും നക്ഷത്രം എണ്ണൂല് പിന്നെന്താ. അപ്പോൾ അതിൽ ആ സ്റ്റാർ കറക്റ്റാണ്. അപ്പോൾ ഈ സ്റ്റാറിൻ്റെ സിനിമയുടെ ഒരു ട്രോൾ വീഡിയോ ഉണ്ട്. നമ്മുടെ PK ട്രോൾസ് ചെയ്താണ്. ഞങ്ങളിതിന് കാത്തിരിക്കുകയാണ് കേട്ടോ സത്യത്തിൽ. ഓക്കെ, അപ്പോൾ കാണാം. കൂടുതലൊന്നും പറയാനുള്ള സമയമില്ല. 8 മിനിറ്റാ. తెలుగు ప్రజలందరికీ నమస్కారం. ഇവിടെ ഉണ്ടോ? ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണിയമ്മായി. And finally my boys and girls, I love you so much. ఎగ్జాక్ట్ కాదు, అప్రాక్సిమేట్లీ 6 years బ్యాక్ ఇదే డైరెక్టర్ తో నా కెరియర్ లో బిగ్గెస్ట్ హిట్ ఇచ్చాను, గీతా గోవిందం. അത് വേ ഇത് റേ. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. പതുക്കെ അവനൊരു തോൽവിയാവാൻ തുടങ്ങി. ఆ తర్వాత అదే ప్రయత్నంతోనే మిమ్మల్ని ఎంటర్టైన్ చేయాలి, మీకు మంచి సినిమాలు ఇవ్వాలని ఎంతో ట్రై చేశా. కానీ ఇప్పటి వరకు గీతా గోవిందంని బీట్ చేసే సినిమా రాలేదు, చేయలేదు. ఆ 100 crores కొట్టాలి అని డ్రీమ్ చేసిన పిల్లోడు, ఆ 100 crores కొట్టిన పిల్లోడు మళ్ళీ 200 crores కొడతానని సినిమాకి చెప్పాడు. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഒരു ലയണിനും ടൈഗറിനും ജനിച്ച നമ്മള് ക്രോസ് ബ്രീഡ് എന്നൊക്കെ പറയുമ്പോൾ 100 crore is too little. 200 crores is too little. I'm counting from 200 crores. 200 crores కొడతానని స్టేట్మెంట్ ఇచ్చాడు, కానీ కొట్టలేదు. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അന്ന് അടി വന്നപ്പോൾ ഈ ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അതാ ഒന്നൊരു അബദ്ധം പറ്റിയതാ. എനിക്കല്ലേ അബദ്ധം പറ്റിയത്? ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ఈ రోజు వరకు నాతో ఎంతో మంది అలాంటి స్టేట్మెంట్ ఎందుకు ఇచ్చావు, అలాంటి స్టేట్మెంట్ ఇవ్వడం తప్పు. ബോധവാർക്ക് കാരണം ഒരു കൊച്ചു തുമ്പിയെ കൊണ്ട് സിമന്റ് ചാക്ക് ചോപ്പിക്കാമോ? ചുമക്കത്തേ ഉള്ളൂ. അതാദ്യം പഠിക്കണം നീ കേട്ടാ. ശരിപ്പോ മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചു. సమ్మర్ హాలిడేస్ స్టార్ట్ అయిపోయినాయి. మీ అందరికి ఒక హ్యాపీ సమ్మర్ హాలిడేస్ సెలబ్రేట్ చేసుకోవడానికి మా తరపున ఫ్యామిలీ స్టార్ ఒక చిన్న గిఫ్ట్. ഇനി നിന്നില്ല എന്റെ പ്രതീക്ഷ. మీరు మీ ఫ్యామిలీస్ తో వెళ్ళి April 5th తప్పకుండా ఎంజాయ్ చేయండి. ഇതെങ്ങനെ സൂപ്പർ ഹിറ്റ് ആവും? അതോ മാറ്റിക്ക് തന്നെ ചുരുക്കേണ്ടി വരും? ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കി എടുക്കൂടെ? ഉറപ്പ് ഉറപ്പ്. చూసిన స్టోరీనే చూడడానికి మేము డబ్బులు పెట్టి థియేటర్కి రావాలి. நான் சும்மா நம்மளுதான் மோசமா எடுக்கிறானுங்க அப்படின்னு பார்த்தா இவனுக்கு எடுக்கிற படத்துக்கு நம்ம படமே பரவாயில்ல போல அப்படின்ற மாதிரி எடுத்து படம் காசு கொடுத்த வேஸ்ட் சார். இல்ல படம் நல்லா இல்ல, சுத்தமா நல்லா இல்ல. சமா மொக்கஜி என்ன சொல்றாங்க? நான் எதுவும் சொல்லது வரல ஜி. சமா மொக்க இல்ல விஜய் இருக்கா ఇంకా he used to stop this kind of movies. അതും കഴിഞ്ഞു. അതിയല്ല സംഭവിച്ചത്. അയ്യോ, ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞത്. ഇനി ഞാൻ സൂത്രം കാണിച്ചു കേട്ടാ. അത് കഴിഞ്ഞിട്ടുള്ള സീനാണ് പറ്റിയത്. കണ്ടാ തന്നെ അറിഞ്ഞൂടെ ആൾ ഗുലാന്തരിച്ചാണെന്ന്. ഒരു തിരി ചോറുണ്ട ഇവന്റെ ഉണ്ടെന്ന് കണ്ടാലറിയാം. ലക്ഷണമുണ്ട്. ആര് ക്ഷണിച്ചിട്ടാ ഇവരെയൊക്കെ കെട്ടിയെടുത്തോണ്ട് നീ ഇങ്ങോട്ട് വന്നത്? ரொம்ப பசிக்குதுமா. சாப்பிடலாம் பார்த்தா பணம் இல்ல. மொத்த பணத்தையும் உங்க பெரிய பேரை கேட்டான்னு தார வாத்துட்டேன். ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? 8 ലക്ഷം കയ്യെടുത്ത് വാങ്ങല, പത്രമോ ഇല്ല. കേക്ക് കൊടുത്തിട്ടേ ഇല്ല. ആളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ലാത്തതൊക്കെ സാധാരണ. കൈ കിടന്ന കാശ് എന്നിട്ട് 5 കൊല്ലത്തോളം മുതലുമില്ല, പരിചയമില്ല. ഇപ്പൊ കേൾക്കണം பார்த்தா ഫോണേ എടുക്കുന്നില്ല. തലമുറയാ സുത്തിക്കിട്ടില്ല. ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാനോട് പോവില്ല. அதே மாதிரி என் கஷ்டத்தையும் நீங்க புரிஞ்சுக்கிட்டீங்கன்னா
നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? പലമുறை உன்னை ட்ரை பண்ணலாம்னு நினைச்சிருக்கேன். ഇല്ല. ஒரு மணி நேரம் முன்னே ஷார்ட் எடுத்துட்டு வருவான். பணம் கிடைச்சிட்டா உன் புருஷன் ஆட்டோல ஏற சொல்ல. இல்லைன்னா நீ ஏறி வந்துட. 1 hour later. വാടാ ചെറുകനെ കൊണ്ട് വരുന്നുണ്ട്. സ്റ്റാർ வந்துட்டியா? அழகாத்தான் இருக்க. அப்படியான ശരിക്കും ടെസ്റ്റ്. എന്താ പെട്ടി ഓട്ടർഷയാണോ അതോ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പലതും ഇവിടെ സംഭവിക്കും. അതായത് കാണാൻ പോകുന്ന പൂര എന്തിനാ പറഞ്ഞറിയിക്കുന്നത്? இன்னைக்கு உங்களுக்கு ஸ்கூலும் டியூஷன்ஸும் இல்ல. சித்தப்பா உங்களுக்கு ஒரு லெசன் டீச் பண்ண போறேன். இது உங்களுக்கு எந்த നല്ല ലെസണാ. ഒരിക്കലും പഠിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് എവിടെ ഉണ്ടാവില്ലല്ലോ. நம்ம ஃபேமிலி கிட்டயோ இல்ல நம்ம ஃபேமிலில இருக்கிற லேடிஸ் கிட்டயோ எவனாவது வந்து தப்பா பிஹேவ் பண்ணா நீங்க என்ன பண்ணணும், அந்த சிச்சுவேஷனை எப்படி ஃபேஸ் பண்ணணும்னு சொல்லி தர போறேன். കൊടുക്കണം അവന്റെ ആ പറഞ്ഞു കൊടുക്കുന്ന നായകന്റെ ചെകിട നോക്കി കൊടുക്ക്. ஃபியூச்சர்ல தேவைப்படுறப்ப எதை பத்தியும் யோசிக்காம யூஸ் பண்ணணும். A few minutes later. പഠനങ്ങളാട്ടോ പാഠങ്ങൾ. ஹாப்பியா சேஃபா இருப்பாங்கன்னு நம்பி நம்ம ஃபேமிலியோட சம்மதம் வச்சிருக்காங்கன்னா வந்திருக்கிறது மருமகன் நம்ம வீட்டு யஜமான். പണ്ഡിതനാണെന്ന് തോന്നുന്നു. കുട്ടികൾക്കായുള്ള ചിറ്റപ്പന്റെ ക്ലാസ്. നാം ഭയപ്പെടக்கூடாது. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കും? ഒത്തുപിടി കിട്ടുന്നു നിന്റെ കാര്യത്തില്. 10 minutes later. இன்னொரு வாட்டி இந்த மாதிரி ட்ரை பண்ண எங்க வீட்லயும் ஆம்பளைங்க இருக்காங்க. നീ ഒരു നായകനാണ്. ബട്ട് എനിക്ക് ഒന്ന മാതിരി പിക്കപ്പ് പ്ലേസ്லாம் தேவையில்ல. ഇത് 2 കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കൊണ്ടുവരണ വാക്കല്ല. സന്ത് പൊന്ത് കാട് മേട് ബസ് ട്രെയിന് കാർ ഏതുവാണാലും ഓക്കെ. മാസ് എന്ന് പറഞ്ഞാ പോരാ, മരണ മാസ്. അഹങ്കാരം പറയില്ലട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. സന്ത് പൊന്ത് കാട് മേട് ഏതുവാണാലും ഓക്കെ. ആരാ വാർത്ത എഴുതിയത്? ഞാനാ. എന്താ? ഒന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും വൃത്തിയിട്ട ഭാഷ വരില്ല. നാക്കിന് എല്ലില്ല എന്ന് വെച്ച് എന്ത് പുല്ലും പറയണത് ശരിയല്ല. അത് പല്ലിന് കേടാ. ഇനി ചെവി തോണ്ടാൻ പോലും നീ പേന എടുത്തെന്ന് അവന്റെ വെറൈറ്റി അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാം. ഈ ബ്ലഡി ഫൂളുമായിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. പിന്നെ എനിക്കൊന്നും പറയാനില്ല. This is my entertainment. ശരിക്ക് ഇങ്ങനെ പൊട്ടിയില്ലേ, പൊട്ടുമ്പോൾ ഒരു വലിയൊരു ബ്ലാസ്റ്റ് സംഭവിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയോ ഒരു എഫക്റ്റ് സംഭവിക്കുന്നുണ്ടല്ലോ. അതിന് പോലും അർഹതല്ല ഈ സിനിമക്ക്. ആ ഡയലോഗിൽ തീർന്നല്ലോ. ആ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആ ഒരു സീനിൽ തീർന്നു. അതോടെ ആ സിനിമേന്റെ എന്തെങ്കിലും ഒരു നല്ലത് പോസിറ്റീവ് ഉണ്ടായിരുന്നോ അതും കൂടി അവിടെ തീർന്നു പോയത്. എങ്ങനെയല്ലേ, എങ്ങനെ കഴിയുന്നു? അതൊരു നായകൻ ഇവിടെ പറയുന്ന ഡയലോഗുകൾ ഓരോ വാക്കും ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതും പഠിക്കാനായിട്ട് കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട്. എന്താണെങ്കിലും കൊള്ളാം. ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, കട്ടി മലയാളം പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. എന്താണെങ്കിലും ഇതിൻ്റെയൊക്കെ ലാസ്റ്റത്തെ ഒരു സാധനമാണ് ആ ലാസ്റ്റ് പൊട്ടിത്തെറിച്ചില്ലേ, അത് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.